ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഇനിഷ്യലിയൊക്കെ വർക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പല ടവേഴ്സും കാണുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കാറ് ഇതിലെത്ര കെ വിയുടെ ലൈനാണ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി നമ്മുടെ നോർമൽ റോഡ് സൈഡിലുള്ള പോസ്റ്റിൽ കൂടെയൊക്കെ നമുക്കറിയാം 11 കെ വി ആണ് അതിൻ്റെ ഏറ്റവും മുകളിൽ 3 കേബിൾസ് പോണത് 11 കെ വിയുടെ ആണെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ആ ഒരു സാധനം കൂടാതെ നമ്മൾ വലിയ വലിയ ടവേഴ്സൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ആകെ കൺഫ്യൂഷൻ വരാറുണ്ട്. ഇത് എത്ര കെ വി ആയിരിക്കും. അപ്പോൾ ഞാൻ ചില വർക്ക് ചെയ്ത പ്രോജക്റ്റിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വലിയ ടവേഴ്സൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലൈനിൽ നിന്ന് ഇത്ര ക്ലിയറൻസ് വേണമെന്നൊക്കെയുള്ള നമ്മൾ ക്ലിയറൻസിനെ പറ്റിയൊക്കെ പഠിച്ചല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ആ ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ അതിൽ എങ്ങനെയായിരിക്കും അത് എത്ര ക്ലിയറൻസ് എന്നുള്ള എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു, അതൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ അതിനുവേണ്ടി പല ആൾക്കാരുടെ അടുത്തും ചോദിച്ച് അവിടെ എത്ര കെ വി ആണെന്നൊക്കെ മനസ്സിലാക്കുക ചെയ്തത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചില വഴികളിലൂടെയൊക്കെ പോകുമ്പോഴെല്ലാം ഇതേപോലത്തെ ട്രാൻസ്മിഷൻ ലൈൻസ് കാണുമ്പോൾ നമുക്ക് അതേ കൺഫ്യൂഷൻ വരും. ഇത് എത്ര കെ വി ആയിരിക്കും എന്നുള്ളൊരു പുതിയ സ്ഥലത്ത് പോകുമ്പോൾ അങ്ങനെ സംശയം ഉണ്ടാവും. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളൊരു ജസ്റ്റ് ലുക്ക് നോക്കിക്കൊണ്ട് ഇതൊരു പക്ക കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടുന്നല്ല, ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും എന്നുള്ളൊരു ടൈപ്പ് ഒരു തമ്പ് റൂളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടോളറും ഏറ്റവും വലിയതായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആണെങ്കിൽ എന്തായാലും ഹൈ വോൾട്ടേജ് ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈ കുറേ സൈഡിൽ ക്രോസ് ആംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഹൈ വോൾട്ടേജ് ഹൈ കപ്പാസിറ്റി ആണെന്നുള്ള കാര്യം ഉറപ്പിക്കാം. ഇനി അതിൽ 11 കെ വിയുടെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡിസ്കിൻ്റെ എണ്ണം, എല്ലാത്തിനും ബേസിക്കലി ഡിസ്കിൻ്റെ എണ്ണം നോക്കി നമുക്കൊരു ഐഡിയ കിട്ടും. ഇപ്പോൾ 11 കെ വി ആണെങ്കിൽ 6 ഡിസ്കുകളായിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടാവുക. ക്രോസ് ആംസ് നോക്കിയാൽ 6 ഡിസ്കുകളുണ്ടാവും. 12 ഡിസ്ക് ആണെങ്കിൽ 132 കെ വി, 18 ഡിസ്ക് ആണെങ്കിൽ 220 കെ വി, 24 കൂടുതൽ ഡിസ്ക് ആണെങ്കിൽ 400 കെ വിയുടെ മുകളിൽ എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ഐഡിയ നോക്കി നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു ഡിസ്കിൻ്റെ എണ്ണം നോക്കി നമുക്ക് ഇതേപോലെ നമ്മുടെ ടവർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ടവറിൻ്റെ അകത്ത് എന്താ പോകണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ആക്ച്വലി ഇപ്പോൾ 11 കെ വിയിൽ ശരിക്കും പറഞ്ഞാൽ 3 ഡിസ്ക് വെച്ചുള്ളതും ഉണ്ട്. നമ്മുടെ 3 ഡിസ്കിൽ ഒരു ഡിസ്ക് 4 കെ വി റേറ്റഡ് ആയിട്ട്, അങ്ങനെ 4x3 12 കെ വി റേറ്റഡ് ആയിട്ടുള്ള ഡിസ്കും വരുന്നുണ്ട്. അപ്പോൾ യൂഷ്വലി നമ്മുടെ നോർമൽ പോസ്റ്റുകളിലൊക്കെ അതാണ് കാണാറുള്ളത്. 11 കെ വി 11 കെ വിയിൽ മുകളിലുള്ള സാധനത്തിന് ഈ ഒരു തമ്പ് റൂൾ പോലെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഡിസ്കിൻ്റെ എണ്ണം നോക്കി ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഇതിലൊരു ആദ്യം തന്നെ നോട്ട് പറയേണ്ടത്, ദിസ് ആർ ജസ്റ്റ് വിഷ്വലായിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ്. അക്യുറേറ്റ് ഡാറ്റയാണ് എപ്പോഴും നമ്മളവിടുത്തെ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ നോക്കി തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്കൊരു ഐഡിയ കിട്ടും ഇത് എത്രയാണ് നല്ലൊരു റേഞ്ചിൽ ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്.